നമസ്കാരം. നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ നരേന്ദ്രൻ. ഇന്ന് നമ്മളോടൊപ്പം ഇലക്ഷൻ ചർച്ചയിൽ ചേർന്നിരിക്കുന്നത് സിനിമാ അധ്യാപകനായ അമ്പു, തിരുവല്ലയിലെ കറുത്ത കുതിര എന്ന് തന്നെ പറയാവുന്ന സ്ഥാനാർത്ഥിയായിരുന്ന അജു അലക്സ്, പോണ്ടിച്ചേരിയിൽ നിന്നും ഫിക്കോ, രാഷ്ട്രീയ നിരീക്ഷകനും ബിസിനസ്സുകാരനുമായ സഹദ്. എല്ലാവർക്കും സ്വാഗതം. ശരി, നമുക്ക് അജുവിൽ നിന്ന് തന്നെ തുടങ്ങാം. ചെകുത്താൻ എന്ന വിളിപ്പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറുകയും പിന്നീട് നല്ലൊരു ഫോളോവർ ബേസിനെ സൃഷ്ടിക്കുകയും ചെയ്ത അജു അലക്സ് ഇത്തവണ തിരുവല്ലയിൽ നിന്ന് മത്സരിക്കുകയുണ്ടായി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. അജു, എങ്ങനെയുണ്ടായിരുന്നു താങ്കളുടെ ഇലക്ഷൻ അനുഭവം? ഇലക്ഷൻ അനുഭവം വളരെ മികച്ച അനുഭവമായിരുന്നു. ഇലക്ഷന് മത്സരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടാണ് മത്സരിക്കാൻ പറ്റിയത്. അതും നന്നായെന്ന് തോന്നി. കാരണം ഒരു പാർട്ടി ഐഡന്റിറ്റി അല്ലെങ്കിൽ ഈ പാർട്ടികളുടെ ഭരണം ഒരു എന്താ പറയുക, അതിനകത്തൊരു ജനാധിപത്യം ഇല്ലെന്നൊക്കെ ഉള്ളൊരു തോന്നൽ തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്തു, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നവരുടെ ഒരു നമ്മളിപ്പോ പറയുന്ന ചില കൺസെപ്റ്റോ ഐഡിയാസോ ഒക്കെ വെച്ചിട്ട് ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ ചിലപ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു പാർട്ടി ഭരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ഭരണമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിനകത്താണ് ഈ പിൻവാതില്, ഈ നെപ്പോട്ടിസം, ഫേവറിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. പിന്നെ ഇവരുടെ അഴിമതികൾ ഇവരൊരിക്കലും ചൂണ്ടിക്കാണിക്കത്തില്ല. അവരതിനെതിരെ പ്രതിഷേധിക്കുന്നുമില്ല, സമരം ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സാധനം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാളി എന്നല്ല ഏത് മനുഷ്യനും മാറ്റി ചിന്തിക്കേണ്ട സമയമൊക്കെ ആയി. പാർട്ടി ഉണ്ടാക്കുക, പാർട്ടി ഐഡന്റിറ്റി, ഗ്രൂപ്പ് ഐഡന്റിറ്റി, ഇതൊക്കെ ഭയങ്കര തടസ്സമാണ്. നമുക്ക് പലരും പലതരത്തിലും സ്വാധീനിക്കാൻ പറ്റും. ഇതാകുമ്പോ അങ്ങനൊന്നുമില്ല. എന്നെ സ്വാധീനിക്കാനായാലും ആർക്കും സംഭവം നടക്കത്തില്ല. പിന്നെ ഞാൻ വെച്ച സാധനം എന്താ വെച്ചാൽ ഒരു ട്രാൻസ്പെറന്റ് ഗവേണൻസ് ആണ് ഇവർക്ക് പ്രപ്പോസ് ചെയ്തത്. അത് ആളുകൾക്ക് മനസ്സിലായൊന്നുമില്ല. പിന്നെ വേണ്ടത്ര പബ്ലിസിറ്റി കൊടുക്കാനൊന്നും ഞാൻ നിന്നുമില്ല. അത് മീഡിയയിലൂടെ അറിഞ്ഞവരാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ കൂടുതൽ പൈസ ഒന്നും എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ പോസ്റ്റ് റെഡി, ബാനർ റെഡി, അതുപോലെ തന്നെ ഈ അനൗൺസ്മെന്റ്സ്, ഇതൊന്നും നടന്നില്ല. എന്നാലും ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കാൻ സാധിച്ചു, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. അത് ശ്രദ്ധിച്ചിരുന്നു. കാരണം സോഷ്യൽ മീഡിയ വഴി മാത്രം വോട്ട് ചോദിച്ച ഒരു വ്യക്തി ഈ ഇലക്ഷന് താങ്കളായിരുന്നിരിക്കാം. അതുപോലെ ഒരു സോഷ്യൽ മീഡിയ വഴി വോട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ മത്സരിക്കുന്ന ആരെ അറിയിച്ചതേ ഉള്ളൂ, ദേ ഇങ്ങനൊരു സാധനമായിട്ടാണ് നിൽക്കുന്നത്, ഇത് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ MLA എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്കാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഞാനൊരു MLA ട്രാൻസ്പെറന്റ് ആയിട്ട് കാണിച്ചു കൊടുക്കും. MLAക്ക് കറപ്ഷൻ ഒഴിവാക്കും. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്താൽ ഇനി ബാക്കിയുള്ള MLA-മാർക്ക് അതൊരു പ്രഷറെങ്കിലും ആകുമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഡെവലപ്മെന്റ്സ് ഒന്നും അങ്ങനെ എന്നെ സംബന്ധിച്ച് ഒരാൾക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട. ഇവിടെ മലയാളികളോ ഏത് നാട്ടുകാരോ അധ്വാനിക്കുന്ന പൈസയുടെ ഒരു ഷെയർ മാത്രമാണ് ഈ ഡെവലപ്മെന്റ് ഒക്കെ. അത് പൈസ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. അത് ആ നാട്ടില് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ലെന്നുള്ളത് തോന്നുന്നില്ല. ഇതിനകത്ത് കറപ്ഷൻ ഒഴിവാക്കാൻ പറ്റണം. അതിനാണ് ട്രാൻസ്പെറൻസി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ആപ്പായിട്ടോ എന്തോ ആയിട്ടാണെങ്കിലും ആക്കാം. നമുക്ക് എല്ലാം ആളുകൾക്ക് കാണാനും അറിയാനും സാധിക്കണം. സീക്രസിയോ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സാധനത്തിനകത്തൊന്നും ഇത് കൊണ്ട് വെക്കുന്നില്ല. എന്നാൽ പോലും പബ്ലിക്കിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നത്, ഇവിടെ നടക്കുന്ന ഓരോ പ്രൊജക്ടിന്റെയും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയാൽ നല്ലതാണ്. പിന്നെ നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഓരോ ഓഫീസിലും തെണ്ടി നടക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ആരുടെയും മുന്നിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ഇടുക, ബാക്കി ചെയ്യേണ്ട ഓഫീസേഴ്സ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് നമുക്ക് തരുക ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും ഇവിടുന്ന് ഒരാളും ഒരു സാധാരണക്കാരൻ ഒരു ഓഫീസിലും പോയി വായി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടും ഇതൊന്നും എടുക്കാതെ, ഇതൊന്നും ഉപയോഗിക്കാതെ സത്യത്തിൽ നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്നത്തെ ഈ 5G AI ഈ കാലഘട്ടത്തില് ട്രാൻസ്പെറൻസി വളരെ ഈസി ആയിട്ട് നടക്കും. പോരാത്തന്നെ ഇതിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഗവൺമെന്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു ടെക്നിക്കലി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവാതെ ഇവരിപ്പോഴും വളരെ സ്ലോ ആയിട്ടാണ് എല്ലാം പ്രോസസ് ചെയ്യുന്നതും. പിന്നെ എല്ലാ ടേം കഴിയുമ്പോഴും, ഏത് ഇലക്ഷൻ കഴിയുമ്പോഴും ഓരോ പുതിയ തരം അഴിമതികൾ കാണുന്നതല്ലാതെ പിന്നെ ഇവരെ പിടിക്കാൻ പോകണം, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ അഴിമതി എന്ന് പറഞ്ഞ സാധനം തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അനാസ്ഥയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്വാളിറ്റി കൂടും എന്ത് ചെയ്താലും. അങ്ങനെ വരുമ്പോൾ നല്ല നഷ്ടങ്ങൾ ഒത്തിരി കുറയുന്നുണ്ട്. പാലം ഒന്നും പൊളിഞ്ഞു വീഴുന്നില്ല, റോഡൊക്കെ നല്ല വൃത്തിക്ക് തന്നെ കിടക്കുന്നുള്ളൂ. ഞാൻ ആലോചിച്ചിട്ട് ഇതൊരു മനുഷ്യനോ മൃഗത്തിനോ ഒന്നിനും തന്നെ ഒരു തരത്തിലുള്ള ദോഷവും കാണുന്നില്ല. എന്നാൽ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
കറപ്ഷൻ എന്ന സാധനം എടുത്തു കളഞ്ഞാൽ തന്നെ ഒരു വലിയ മാറ്റമാണ്. അത് അതിന്റെ തുക തന്നെ എടുത്താൽ അറിയാം എത്ര രൂപയുടെ അഴിമതിയാണ് നടത്തിയേക്കുന്നത് ചോദിച്ചാൽ കോടികളുടെ. ആ കോടികൾ സേവ് ചെയ്യാൻ പറ്റും. ആ കോടികൾ സേവ് ചെയ്യുന്നത് മാത്രമല്ല, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ പബ്ലിക്കിനെ തന്നെ മാനേജ് ചെയ്യുന്ന തരത്തിലാണ്. ഇതിനകത്ത് ഇപ്പൊ അങ്ങനെ വലിയൊരു ലീഡർ ഒന്നും വേണ്ട, ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ മതി. ആ സിസ്റ്റം ട്രാൻസ്പെറന്റ് ആകുമ്പോൾ ഈക്വൽ പാർട്ടിസിപ്പേഷനും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസും വരുന്നുണ്ട് ആളുകൾക്ക്. അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഒരു ഇലക്ഷന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഈ സാധനം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോയാൽ മതി. ഇപ്പൊ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ സൊമാറ്റോ ഒക്കെ വീട്ടിൽ കൊണ്ട് സാധനം തരുന്ന പോലെ അങ്ങ് ചെയ്തുകൊണ്ടിരുന്നേച്ചാൽ മതി. അല്ല അതിനകത്ത് ഇലക്ഷനും ഇങ്ങനത്തെ പ്രവർത്തനവും ഒരു ലീഡർഷിപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ വേണ്ടി വരത്തില്ല. നല്ലൊരു കോൺസെപ്റ്റ് ആണ്. എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്നുള്ളത് പ്രവർത്തിപ്പിച്ച് നോക്കിയെങ്കിൽ മാത്രമേ മനസ്സിലാവൂ എന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് പ്രപ്പോസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് പോസിബിൾ ആണ്. പിന്നെ മാത്രമല്ല, ഇപ്പൊ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ പ്രാവശ്യം നടന്നില്ല, അടുത്ത പ്രാവശ്യം നടക്കാൻ സാധ്യതയുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ ഈ ഇലക്ഷന് മത്സരിച്ചത് ഈ പ്രചരണത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. അടുത്ത വരുന്ന ഇലക്ഷനൊക്കെ നമ്മൾ ഈ സാധനമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ഇനിയും കൂടുതൽ കാൻഡിഡേറ്റ്സ് വരുന്നുണ്ട്. ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഒറ്റ കാര്യം, ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ഒന്നും അല്ല, അവര് ഇങ്ങനെ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു ചേഞ്ച് വരുത്താൻ വർക്ക് ചെയ്യും എന്ന് പറയുന്ന പോലത്തെ ആൾക്കാരായിരിക്കും. ഒരു സംഘം സ്വതന്ത്രർ എന്ന് വേണമെങ്കിൽ പറയാം. സ്വതന്ത്രർ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഐഡന്റിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല, ഇതിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും? നമ്മളൊരു സിസ്റ്റം അങ്ങ് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ നടക്കുന്ന സിസ്റ്റത്തിനകത്തോട്ട് ഞാൻ പറയുന്ന അവിടുത്തെ മൊത്തം അങ്ങ് അഴിച്ചു പണിയൊന്നുമല്ല, അതിനെ ട്രാൻസ്പെറന്റ് ആക്കുക. അതായത് മോണിറ്ററിംഗ് സിസ്റ്റം മാറുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ആക്സസ് മാറുന്നുണ്ട്, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ഡിലേസ് ഉണ്ടാകുന്നില്ല, അങ്ങനെ തന്നെ ബ്രൈബ് ഒന്നും നടക്കത്തില്ല. പിന്നെ പബ്ലിക്കിന് ഇതെല്ലാം കാണത്തക്ക രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ CCTV ക്യാമറ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ളതുപോലെ ഒരു സെൻസർ വെച്ചതുപോലെ ഉള്ളൂ. അതിനകത്ത് പഴയ കച്ചവടമൊക്കെ പഴയതുപോലെ തന്നെ നടക്കും. പക്ഷെ എന്തെങ്കിലും മോഷണോ തട്ടിപ്പോ നടന്നാൽ അവിടെ വെച്ച് തന്നെ അതിന് പ്രശ്നം തീരുക. പിന്നെ അയാളെ പോലീസ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് സൂപ്പർ മാർക്കറ്റുകാരുടെ കാര്യമാണ്, അവര് ചെയ്തോളും. പക്ഷെ ആ മുതൽ അവിടെ തന്നെ ഇരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നീടൊരു ഇതിന്റെ കാണാതായ സാധനം പിന്നെ കിട്ടുന്നില്ല. പിന്നെ KSA വഴക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നടന്നിട്ടുള്ളൂ. അത് തന്നെയാണ് ഗവൺമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മോഷണം സൂപ്പർ മാർക്കറ്റിൽ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്നുള്ള കറപ്ഷൻ ഒഴിവാക്കാൻ പറ്റണം. നമ്മൾ അങ്ങനത്തെ മോണിറ്ററിംഗ് സിസ്റ്റവും ഒരു സെൻസറും ഒക്കെ വെച്ചാൽ മതി അവിടെ. ശരി, ട്രാക്കിംഗ് ഒക്കെ പുതിയ വളരെ തലമുറയുടെ കറക്റ്റ്. മനസ്സിലായി. പുതിയ തലമുറയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അമ്പു പുതിയ തലമുറയുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ആളാണ്, അധ്യാപകനാണ്. യുവാക്കളെ സിനിമ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അമ്പുവിന് ഈ ഒരു ആശയത്തിനോട് എന്താണ്, ഈ ആശയം കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? അമ്പു മ്യൂട്ടിലാണ്, മൈക്ക് ഓൺ ആക്കുക. അല്ല, ആശയം നല്ലത് തന്നെയാണ്. പക്ഷെ ഈ ആശയങ്ങൾ നമ്മളെ എവിടെ എത്തിക്കും എന്നുള്ളതാണ് എനിക്കൊരു പ്രശ്നമായി തോന്നിയിട്ടുള്ളത്. ഇപ്പം 20 തുടങ്ങിയ സമയത്ത് ആക്ച്വലി അവര് ഈ പറയുന്ന പോലെ കറപ്ഷൻസ് ഒഴിവാക്കി ഞങ്ങൾക്ക് സോഷ്യൽ ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്ന രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ള രീതിയിലാണ് 2020 ആദ്യം വരുന്നത്. പിന്നെ അതിൽ നിന്ന് അതൊരു കോർപ്പറേറ്റ് ഇല്ല, 2020 എന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്പു. 2020യുടെ തുടക്കത്തിൽ തന്നെ അവരുടെ ബിസിനസ് നയങ്ങളൊക്കെ വ്യക്തമായിരുന്നല്ലോ. 2020 ഒരു ഫ്ലൂക്ക് ആയിരുന്നു. ബിസിനസ് നയങ്ങൾ വ്യക്തമായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ അവരുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ ഫണ്ടിങ്ങുകളെല്ലാം കുറച്ചും കൂടെ ട്രാൻസ്പെറന്റ് ആണ് ബാക്കിയുള്ളവരെക്കാളും കൂടുതലായിട്ട് എനിക്ക് ഫീൽ. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യബോധമില്ലാത്ത കുറെ കുട്ടികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇപ്പൊ പഠിപ്പിക്കുന്ന കോളേജിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഇതില് ഇപ്പോഴും KSU SFI എന്ന് പറഞ്ഞൊരു ബാനറിൽ നിൽക്കാൻ മാത്രമേ കുട്ടികൾക്ക് അറിയാവൂ. പക്ഷെ എന്ത് ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ പറയാമെങ്കിൽ SFIയുടെ മുദ്രാവാക്യം വരെ തെറ്റിച്ചു വിളിക്കുന്ന പിള്ളേരെ ഞാൻ കാണാറുണ്ടാവും. മുദ്രാവാക്യം വരെ വേദനാജനകമാണത്. അങ്ങനത്തെ ഒരു ഭയങ്കര കോമിക്കലായ ഒരു തലമുറയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ട് ഇതിനൊരു സാധനം ഉണ്ടാവും. ചിലപ്പം നമ്മൾക്ക് ഈ പറയുന്ന പോലെ നേപ്പാളിലോ ബംഗ്ലാദേശിലോ ഉണ്ടായതുപോലെ അങ്ങനെ ഒരു കലാപം ഉണ്ടായി ചിലപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റിന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതർ ദാൻ ദാറ്റ് എനിക്ക് ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ ചേഞ്ച് ഒന്നും വരാൻ പോണം തോന്നുന്നില്ല. ഓക്കെ, സഹദ് ഒരു ഇടത് നിരീക്ഷകൻ കൂടിയാണ്. ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ, ഇപ്പോൾ പാർട്ടി ഇല്ലാത്ത ഒരു ഭരണം എന്നുള്ളതാണ് അജു അലക്സ് മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയം. ഒരു പാർട്ടി അനുഭാവി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് സഹദിന് എന്താണ് തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരു ഗവേണൻസിനെ പറ്റി?
ഒന്നാമത്തെ കാര്യം ഇപ്പം പുള്ളി പറഞ്ഞ രണ്ട് വിഷയങ്ങളുണ്ടല്ലോ, അതായത് ട്രാൻസ്പെറൻസിയും കറപ്ഷനും. ഇപ്പം ഇന്ത്യയിലെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ, ഞാൻ പാർട്ടിയുടെ വെച്ചിട്ടല്ല പറയുന്നത്, പക്ഷെ കേരളത്തിലെ ആണ് 100% അടുത്ത് ഏറ്റവും മാക്സിമം ഗവൺമെന്റ് ഇപ്പൊ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ തന്നെ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റിനും ഇത്ര ദിവസത്തിനകം അത് ഈ ആവശ്യക്കാരന് കൊടുക്കണം എന്നുള്ള നിയമം, സേവനാവകാശ നിയമം എന്ന് പറയും, അതിവിടെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ അപ്പീൽ അതോറിറ്റീസിനെയൊക്കെ വെച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ വില്ലേജ് ഓഫീസിൽ ചെന്നു, ഒരു സർട്ടിഫിക്കറ്റിന് ചെന്നു, കിട്ടിയില്ല, അതിന്റെ കാരണം വില്ലേജ് ഓഫീസർ ബോധിപ്പിക്കുകയും അതിൽ നമുക്ക് അപ്പീൽ മേളിലോട്ട് പോകേണ്ട ഒരു സിസ്റ്റം ഇവിടെ നിലവിൽ ഉണ്ട്. അപ്പം ട്രാൻസ്പെറൻസിയുടെ കാര്യമാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ MLA എന്നുള്ള രീതിയിൽ പൊതു പദ്ധതികളിൽ ട്രാൻസ്പെറന്റ് ആവും എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ടാണെങ്കിൽ, ഇവിടെ ഒരു MLAക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ചെലവഴിക്കാൻ പറ്റുന്നത് വികസനത്തിനും പിന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ, ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് ഒരു MLA ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് കിഫ്ബി എന്ന് പറഞ്ഞിട്ടൊരു വെഹിക്കിൾ വഴിയാണ്. ആ കിഫ്ബി എന്ന് പറയുന്ന വെഹിക്കിളിനകത്ത് ഏതൊക്കെ പ്രോജക്റ്റ് ഏതൊക്കെ പഞ്ചായത്തിൽ എവിടൊക്കെ നടക്കുന്നു എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് അവർ ലിസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ പ്രോഗ്രസും അതിനകത്ത് കാണിക്കുന്നുണ്ട്, ഒന്നാമത്തെ. രണ്ടാമത്തെ CMDRF-നകത്തായാലും നമുക്ക് ഇപ്പോ ഒരു ആവശ്യത്തിന്, അല്ലെങ്കിൽ ഈ ചികിത്സാ സഹായം, അല്ലെങ്കിൽ പഠിക്കാൻ ആവശ്യമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യത്തിനാണ് അതിൽ ഫണ്ട് ചെലവാക്കിയേക്കുന്ന ഓരോ ലെഡ്ജർ വൈസ് അതിനകത്ത് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, വികസനം നമ്മൾ കവർ ചെയ്തു. പിന്നെ വേറെ ഈ MLA ADS ഫണ്ട്, അതായത് MLAക്ക് ഒരു ഇതുണ്ട്, ഈ 5 കോടി രൂപ അവർക്ക് ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ട്, അതായത് അവരുടെ ഡൊമൈനിൽ അവർക്ക് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്ത് നടപ്പാക്കാൻ പറ്റുന്ന. അപ്പം അതിനെ പറ്റിയിട്ടുള്ള കണക്കും ഈ പറഞ്ഞ 140 MLA-മാരും എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കണക്കുകളും ഈ ലാസ്റ്റ് ഇലക്ഷനോടനുബന്ധിച്ച സമയത്ത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ലിങ്ക് ഒക്കെ ചോദിച്ചാൽ ഞാനിപ്പോ സ്പോണ്ടേനിയസ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് എടുത്തു തരാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ സാധനമുണ്ട്. അപ്പം ട്രാൻസ്പെറൻസിയുടെ പാർട്ട് അവിടെ കവർ ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ ചെയ്തിട്ടില്ല. നമ്മൾ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ അപ് ടു ഡേറ്റ്, ടൈം ടു ടൈം അപ്ഡേറ്റ്സാ, അല്ലാതെ പിന്നീട് ഒരു എന്താ പറയണ്ട അവരുടെ കണക്ക് അവതരിപ്പിക്കൽ കാണലല്ല. ടൈം ടു ടൈം ആണ് അപ്ഡേറ്റ്. ഒരു പ്രൊജക്ട് ഏത് സ്റ്റാറ്റസിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയല്ല. കൊട്ടേഷൻ തൊട്ട് ഏത് പ്രൊജക്ടിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് കൊട്ടേഷൻ തന്നെ പബ്ലിക് ഓഡിറ്റ് വേണ്ട സാധനമാണ്. പബ്ലിക് ആയിട്ടാണല്ലോ ഒരു കരാർ വിളിക്കുന്നത്. പബ്ലിക് ഓഡിറ്റ് ചെയ്യണം, അതിനകത്ത് അവരുടെ സജഷൻസ് എടുക്കണം, നമുക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റണം. അത് ആ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടുള്ള എല്ലാത്തരം അതിന്റെ കൺസ്ട്രക്ഷൻ അടക്കം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അത് പറ്റും. ഇപ്പൊ എന്ത് ഡെവലപ്മെന്റ്, ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന പോലെ ഏത് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, നമ്മളീ പറഞ്ഞ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, പലർക്കും പ്ലേസ്മെന്റ് കിട്ടി, അവിടെ അതിന് അങ്ങനെ ഒരു പ്ലേസ്മെന്റ് ആവശ്യം വരുന്നില്ല. എവിടേക്കാണ് വേക്കന്റ് പൊസിഷൻ അറിഞ്ഞിട്ടാണ് പിള്ളേർ പരീക്ഷ എഴുതുന്നതെങ്കിലോ അതിന് ഈ സത്യം പറഞ്ഞു അതിനകത്ത് ഓട്ടോമാറ്റിക് ആണ് പ്ലേസ്മെന്റ് എങ്കിലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ വർഷമാണ് PSC ഒരു അടുത്ത വർഷത്തെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള എക്സാമിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ തലേ വർഷം തുടങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത വർഷം എത്ര പേര് പെൻഷൻ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് ആന്റിസിപ്പേറ്ററി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഓർഡർ ഇറക്കുന്നത്. ഈ ആന്റിസിപ്പേറ്ററി എന്ന് പറയുന്നത് പ്രതീക്ഷിതമായിട്ട്, അത് നമുക്ക് സ്ഥിരമായിട്ട് എക്സാം എഴുതുന്നവരും പഠിപ്പിക്കുന്നവർക്കും അറിയാം. ഉദ്ദേശം ഒരു തസ്തികയിൽ ഇത്ര എല്ലാ വർഷവും ഒഴിവ് വരാറുണ്ട്, അതിപ്പോ LDC ഇത്ര, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇത്ര, SI ഇത്ര, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോൺസ്റ്റബിൾ ഇത്ര എന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട്. അപ്പൊ അതിനകത്ത് ആന്റിസിപ്പേറ്ററി ഇടുന്ന സത്യം പറഞ്ഞ ഒരു മുൻകൂർ ജാമ്യമാണ്. അതിനെ പിൻ പോയിന്റ് ചെയ്തുള്ള കണക്ക് വേണം എന്ന് പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. അതൊരു അഡ്വാൻസ് ലെവലായിട്ടുള്ള ട്രാൻസ്പെറൻസി ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പോ 4G അല്ല 5G AM വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊന്നും അറിയണ്ട. നമ്മൾ ഈ പരീക്ഷയുടെ റിസൾട്ട് പോലും പബ്ലിഷ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. റിസൾട്ട് പബ്ലിഷ് ചെയ്യണം, പക്ഷെ ആ റിസൾട്ട് പബ്ലിഷ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് പ്ലേസ്മെന്റ് ആണ്. അതിനകത്ത് ആരുടെയും ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റ്. ഇപ്പൊ ഞാൻ പറയാലോ, ഒരു തസ്തികയിൽ 100 ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സാം എഴുതി പാസ്സായി മെയിൻ ലിസ്റ്റിൽ വന്ന 100 പേർക്ക്, ആദ്യത്തെ 100 പേർക്ക് ജോലി കിട്ടും. അതാണ് അതിന്റെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. മനസ്സിലായി. പക്ഷെ അവിടെ പ്രശ്നം പറ്റിയത് കണ്ടില്ലേ, അവിടെ അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നിടത്തും പ്രശ്നമുണ്ട്. ഇപ്പൊ ഇത് ഈ പറഞ്ഞ സിസ്റ്റത്തിനകത്ത് ഇതൊരു കാൻഡിഡേറ്റിന്, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് പോയിട്ട് ഒരു പരീക്ഷ എഴുതി പാസ്സായ ഒരുത്തൻ ജോലിക്ക് സാധ്യത ഉള്ള ഒരാളാണെന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. പക്ഷെ അയാൾക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞതാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ആ പ്രശ്നം ഒഴിവാകും. അതായത് നമുക്ക് ഒരു ഡൗട്ട് അതായത് അതിനകത്ത് ട്രാൻസ്പെറൻസി വരേണ്ട ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ,
ഒരു ആള് സർവീസിൽ കയറുമ്പോൾ അയാൾ എന്ന് ഇറങ്ങും എന്നുള്ളതിന് കൃത്യമായ കണക്കും ഡേറ്റും ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അപ്പം അടുത്ത വർഷം എത്ര പേര് പെൻഷൻ ആവാം എന്നുള്ളത് ആന്റിസിപ്പേറ്ററി എന്ന് പറഞ്ഞിട്ട് ജാമ്യം എടുക്കാതെ അത് കൃത്യമായിട്ടുള്ള കണക്ക് അവർക്ക് പബ്ലിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് പറഞ്ഞത് ഒരു വാലിഡ് പോയിന്റ് ആണ്, ഞാൻ അതിനകത്ത് തെറ്റ് പറയുന്നില്ല. അപ്പം നമുക്ക് കൃത്യം അറിയാൻ പറ്റുമല്ലോ, നമുക്ക് ഇത്ര റാങ്ക് ഉണ്ട്, ഈ ലിസ്റ്റ് പ്രകാരം ഇപ്പം പറഞ്ഞിട്ടുള്ള ഒഴിവിനകത്ത് നമുക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ, അപ്പം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഒരു വേറെ സാധനം വരുന്നുണ്ട്. നമ്മളിപ്പോ ഒരു എക്സാമിന്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് പോലും ഈ പറഞ്ഞ ഓരോ കാൻഡിഡേറ്റിനും ആ മാർക്ക് സ്കോർ ചെയ്ത ആൻസർ ഷീറ്റ് വരെ നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടി വരും ട്രാൻസ്പെറന്റ് ആകുമ്പോൾ. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കീ ആണ് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് കീ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നമുക്ക് എഴുതിയത് അറിയാൻ പറ്റുമല്ലോ. നമ്മൾ എഴുതിയതല്ല, ഫുൾ, അതായത് കേരളം മുഴുവൻ കാണുക ഇയാൾ എങ്ങനെ ഈ മാർക്ക് സ്കോർ ചെയ്തെന്ന് വരെ. ഇല്ല, മനസ്സിലായില്ലേ? അത് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രൈവസി അത് അല്ലേ. ഒന്ന് പ്രൈവസി ഇടപെടുകയാണ്. അല്ല, അതായത് ഞാൻ പറഞ്ഞുതരാം, അതൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. നാളെ ഇപ്പൊ ഒരാള് അജു, ഈ പറഞ്ഞ പോലെ തൽക്കാലം നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം നിലവിലില്ലാത്ത സ്ഥിതിക്ക് നിലവിലാക്കണം. നിലവിലാക്കണം. തീർച്ചയായിട്ടും വരേണ്ടതാണ്. ട്രാൻസ്പെറൻസിയും കാര്യങ്ങളും എല്ലാം തീർച്ചയായും വരേണ്ട അവിടെ കാര്യങ്ങളാണ്. അവിടെ ഒരു തരത്തിലുള്ള കറപ്ഷൻ സാധ്യതയില്ല. നിനക്ക് ഒരാളെ വെറുതെ മാർക്ക് കൊടുത്തു പോലും വിടാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു സാറ് വിചാരിച്ചാൽ പോലും നടക്കരുത്. അല്ലെ ഒരു കറക്ഷൻ ഒരു അല്ലെങ്കിൽ ഇത് മാർക്ക് ഇതിപ്പോ സിവിൽ സർവീസ് പോലെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ അല്ല BSc നടത്തുന്നത്. BSc കൂടുതലും ഈ പറഞ്ഞ പോലെ OMR ഷീറ്റ് PSC മാത്രമല്ല ഇവിടുത്തെ വിഷയം. ഈ വ്യക്തിപരമായിട്ടുള്ള മെയിൻ പോയിന്റ് ഞാൻ വിട്ടുപോയി, മെയിൻ ചോദ്യം വിട്ടുപോയി. അതായത് പാർട്ടി വേണോ വേണ്ടോ എന്നുള്ളത്. അതെ അതെ, അതാണ് ഇവിടുത്തെ മെയിൻ ചോദ്യം. ഈ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം ആണല്ലോ. അതിനകത്ത് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് പല സ്പെക്ട്രം ഓഫ് പൊളിറ്റിക്സ് ഉണ്ട്. ലെഫ്റ്റ് ഉണ്ട്, സെന്റർ ഉണ്ട്, റൈറ്റ് ഉണ്ട്, ഫാർ റൈറ്റ് ഉണ്ട്. അങ്ങനെ പല പല സിസ്റ്റം ഇവിടെ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ള കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത്. ഇപ്പൊ എല്ലാ പാർട്ടിക്കാരോടും ചോദിച്ചാൽ പറയും അഴിമതി വേണ്ട, വികസനം വേണം, ട്രാൻസ്പെറൻസി വേണം എന്നെല്ലാവരും പറയും. പക്ഷേ നമ്മൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്, അതാണ് അതിനകത്തൊരു മെയിൻ പോയിന്റ്. ഇപ്പം വലതുപക്ഷ പാർട്ടികൾ നിൽക്കുന്നത് അതിന്റെ നാട്ടിലുള്ള കാശുള്ളവന്റെ അല്ലെങ്കിൽ ക്യാപിറ്റൽ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ക്യാപിറ്റലിന്റെ ഭാഗത്തായിരിക്കും അവർ നിൽക്കുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, ഈ പ്രൈവറ്റ് എന്റൈറ്റീസിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് കൊടുക്കുക, ലോണുകൾ അവർക്ക് കൊടുക്കുക, സാധാരണക്കാരെ ഒരു തൊഴിലാളികളായിട്ട് മാത്രം കാണുക എന്നൊക്കെ ഉള്ളതാണ് അതിനകത്തൊരു സംഗതി. അതേസമയം കുറച്ച് ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ളവർ ചിന്തിക്കുന്നത് എന്താണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ചെറിയ MSMEസിനെ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ നാട്ടിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ, പിന്നെ ഹോസ്പിറ്റല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കിട്ടണം, റോഡുകൾ, ടോളില്ലാത്ത റോഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനമായിട്ട് കിട്ടണമെന്ന് ചിന്തിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പോലെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞില്ലേ, നോർത്തിലെ ഡെവലപ്മെന്റിന്റെ വ്യത്യാസവും കേരളത്തിലെ വ്യത്യാസവും, അവിടെയാണ് ആ ഡിഫറൻസ് വരുന്നത്. നമ്മളിവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് പൊതുവിൽ ഈ പറഞ്ഞ കണക്ക് സെൻട്രലിലും ലെഫ്റ്റിലും ഉള്ള പാർട്ടികൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു പരിധി വരെ. സെൻട്രൽ ഞാൻ ഒരു പരിധി വരെ എന്ന് പറയുന്നുള്ളൂ, ലെഫ്റ്റ് കുറച്ചും കൂടെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പുറത്തുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ അവര് ചിന്തിക്കുന്നത് അങ്ങനെയല്ല, ഇത് ട്രിക്കിൾ ഡൗൺ ചെയ്ത് വരും. നമ്മളൊരു 100 കോടി അങ്ങ് ടോപ്പിൽ ചെലവാക്കിയാൽ, അതായത് ഇവിടുത്തെ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിക്ക് ഒരു 100 കോടി രൂപ നമ്മൾ ഫണ്ടിങ് കൊടുത്താൽ, അല്ലെങ്കിൽ കുറച്ച് വസ്തു കൊടുത്താൽ, അയാൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഫാക്ടറി പണിയും, കുറെ തൊഴിൽ കൊടുക്കും, അങ്ങനെ നാട്ടിലുള്ളവർക്ക് തൊഴിൽ കിട്ടും, അങ്ങനെ അവരുടെ ജീവിതം പ്രോസ്പെറസ് ആവും എന്ന് പറഞ്ഞാൽ ട്രിക്കിൾ ഡൗൺ എക്കണോമിക്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ പോളിസി, ഇതിന്റെ മൂലമായിട്ടുള്ള പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് തീരുമാനിക്കുന്ന ആരാ? ഈ പാർട്ടികളാ. ഈ പാർട്ടി എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മളൊരു 10 പേരെ അഭിപ്രായം രൂപീകരിച്ച് അതിനെ ഒരുമിച്ച് നിന്ന് നമ്മൾ ഒരു വോയിസ് റൈസ് ചെയ്യുന്നു. നമ്മളിപ്പോ 10 പേരൊരു സഭയിലുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് ഇത് കൂടുതലായിരിക്കും, നമ്മൾ മൈക്ക് വെച്ച് പറയുന്നതിന്റെ ഫീൽ ആയിരിക്കും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പറയുമ്പോൾ എന്താണെന്നറിയാമോ, ഈ മറ്റേ ചെതറി പോകുന്ന കണക്കാ. ഒരു 140 പേര് വന്ന് 140 കാര്യം ഒരു സഭയെ പറയാന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും നടക്കും? അവിടെ ഭരണവും നടക്കൂല, നിയമനിർമ്മാണവും നടക്കൂല, ഒന്നും നടക്കൂല. അപ്പൊ അതിനകത്ത് കേസ് എന്ന് വെച്ചാൽ ഒരു 50 പേര് ഒരു ഇത് പറയുന്നു, 60 പേര് ഒരു കാര്യം പറയുന്നു. അങ്ങനെ പറയുമ്പോഴത്തേന് അതിനകത്ത് ഒരു എന്തെങ്കിലും നടക്കാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അതാണ് ഈ പാർട്ടി അല്ല, അവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്നറിയോ, നമ്മളിപ്പോ ഒരു പാർട്ടിയുടെ രീതിയിൽ ഇപ്പൊ നമ്മൾ പറയുന്ന 100 പേര് വന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു കൊട്ടേഷൻ വെക്കുവാണ്, ഒരു പാലം പണിയുടെ ഒരു കൊട്ടേഷൻ വരിക, അതിനകത്തൊരു 10 എണ്ണം വന്നെന്ന് വിചാരിക്കുക, പ്ലാൻ അടക്കം. അതിന് നമ്മൾ പബ്ലിക് ഓഡിറ്റിന് വെക്കുമ്പോൾ ഒരു 10 ലക്ഷം ആൾക്കാരുടെ അഭിപ്രായം വരും. അതെങ്ങനെ സോർട്ട് ചെയ്യുന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനേ ഉള്ളൂ ഇതിനകത്ത്. അങ്ങനെ വരുമ്പോ എന്താ ചെയ്യുന്നത്, അല്ല ഞാൻ കേസ് പറഞ്ഞല്ല, വെറുതെ സിമ്പിൾ ആയിട്ട് വെറുതെ ഒരു എക്സാമ്പിൾ പറയാം. എന്ത് കേസാണല്ലോ, ഏത് കേസ് വേണം എടുത്തോ, അതിനകത്ത് നമ്മളപ്പോ ഇതിനെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമുക്കൊരു AI ഫിൽട്ടർ വെച്ചാൽ മതി.
അതിനകത്തുനിന്ന് ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ എടുക്കുക, അതിനെ റിഫോം ചെയ്യുക, അത് റിവ്യൂ ചെയ്യുക, എന്നിട്ട് വീണ്ടും പബ്ലിക് ഓഡിറ്റിന് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ എടുത്ത് വെച്ചിട്ട് അതിനെ കൺഫേം ഓക്കെ ചെയ്യാൻ വലിയ സമയമൊന്നും ഓക്കെ എടുക്കത്തില്ല. അഭിപ്രായം മനസ്സിലായോ? അഭിപ്രായം വരണമെന്നുണ്ടെങ്കിൽ ഒരു ബോധം വേണം. ബോധം ഉണ്ടാവണമെങ്കിൽ ആ അവരൊരു ബോധം എഡ്യൂക്കേറ്റഡ് ആണ്. ഇല്ലാത്തവരുടെ അഭിപ്രായങ്ങൾ ഫിൽട്ടർ ചെയ്താ വരുന്നത്. നമ്മളിപ്പോ ഒരു അമേരിക്കയിൽ അങ്ങനെ ഇരിക്കുന്ന നോക്കിയാൽ അല്ലെങ്കിൽ അവിടെ ജപ്പാനിലുള്ള എല്ലാവരുടെയും ഒരു അഭിപ്രായം ഫിൽട്ടർ ചെയ്യേണ്ടി വരും. ഇല്ല, അങ്ങനെ നോക്കിയാൽ അതാണ് ഏറ്റവും ഇന്നത്തെ നല്ലത് ഫിൽട്ടർ ലോകം. ചെയ്യാനായിട്ടാണല്ലോ നമ്മൾ എയുടെ ഫിൽട്ടർ വെച്ചേക്കുന്നത്. അതാ ഞാൻ മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ സിസ്റ്റം അല്ലേ ഫിൽട്ടർ ചെയ്യുന്നത്. അതൊരു ടെറിഷറി ഫിൽട്ടർ ആണ്. അതിന്റെ പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ട എന്തുവാ? നമുക്കൊരു അഭിപ്രായം രൂപീകരിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? ഒരു വിദ്യാഭ്യാസം വേണം. വേണോ വേണ്ടയോ? ഇത് ഒരു ഒരു അതിനകത്ത് ഇപ്പൊ വിദ്യ അഭിപ്രായം പറയുന്ന എല്ലാവരുടെയും അങ്ങ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ എടുക്കുന്നത് ഇപ്പൊ ഞാൻ പറയാം, ഇതിനകത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. മനസ്സിലായില്ലേ? അത് ആ അഭിപ്രായം മറ്റേ സ്ഥലത്ത് കിട്ടത്തില്ല. അല്ല, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഒന്നിടപെടുകയാണ് സഹദ് ആ, രാജു. ആ. നമുക്ക് ഈ സിസ്റ്റത്തിനെ പറ്റി വിശദമായി മറ്റൊരു ചർച്ച വയ്ക്കാം, കാരണം ഇല്ല, ഇത് ഞാൻ ചർച്ച അത് എന്റെ ചെയ്യപ്പെടേണ്ട പോയിന്റ് വിഷയം കഴിഞ്ഞു. തന്നെയാണ്. എന്റെ പോയിന്റ് കഴിഞ്ഞു. തീർച്ചയായും ഞാൻ തീർച്ചയായും എന്തുകൊണ്ട് പാർട്ടി എന്നുള്ളത് ഞാൻ നമുക്ക് ആൻസർ ചെയ്തു. യെസ് നമുക്ക് തമിഴ്നാട് വരെ ഒന്ന് പോയിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം. സമയം അതിക്രമിക്കുകയാണ്. മിസ്റ്റർ ഫിക്കോ, ഇതെന്താ? പോണ്ടിച്ചേരിയിൽ നിന്നും പുള്ളി ഒരാൾ ചേർന്നിട്ടുണ്ട് ചർച്ചയിൽ. പോണ്ടിച്ചേരി എന്നാണ്. അപ്പം തമിഴ്നാട് രാഷ്ട്രീയത്തെ പറ്റി ഇപ്പൊ അവിടെ So, ഡിസ്കസ് Mr. Fico, how do you evaluate the Vijay effect? The polling numbers were high. Most of the celebrities, film stars, everybody appeared in the dress code that Vijay mentioned. So, what do you think? Will Vijay become CM of Tamil Nadu? Okay, so firstly, what I would like to say is that there is a misconception that high volume of votes been casted, yeah, but overall it is like 0.06 or 6% only increased, yeah. And secondly, yes, I agree with you that some of the celebrities symbolically they showed that whom they are voting and whom they are against, because obviously, like you mentioned, they were wearing white shirt and brown pants, which basically saying that we are going to vote against you, which is basically the current government, and we are going to vote for actor Vijay. And will it help the normal people? That's what we need to understand, right? So on the ground, what really happened is something, I don't know whether it is going to have high impact, but yes, there were people who were ready to vote for Vijay, yeah, and some of them were really, including my some of my relatives, they were happily coming back to India from Europe and other countries, and they were casting the vote. What I understand is that yes, it is going to help in a way, but is it going to change the government? Is it going to help collapse the government, the current government? Yeah. So that is what is important, because the way he was speaking at the last final speech of his election campaign, I was watching it the day after he finished that. He wasn't adding any value to to the people. It's basically he's accusing the government and why he was cornered for so and so reasons, why the government was not allowing him to go for campaign in many areas, all that. But that is about his party and his own personality, right? It's not about what he's going to do for the people. That is what matters, because as a voter, I want to know what the candidate going to do for me, yeah, what I'm going to get in if I vote for him. That is what matters, right? Because if the roads are not good for me, if the infra is not good, if the schools are not there, government schools, when I say schools, government schools, if the hospitals are not giving any no free treatments or something like that, right? So if it is already there, what is that you going to change? Yeah, how it is going to impact my livelihood? That is what matters if you ask me as a voter. Now when it comes to that point of view, he didn't say anything about it. He was just speaking general topics, and then he was just accusing the current government. So I don't know to which extent it is going to help the voters, and then how it is going to impact in terms of
voting against the current government. Yeah, that is when it comes to Tamil Nadu. When it comes to Pondicherry, his fans are there, yeah, including my friends group. Some of them are there. They were voting for him, but it is not going to do anything in Pondicherry because he is not going to become CM in Pondicherry. There is no face value in Pondicherry. First of all, they cannot form any government because I didn't see any potential candidates who is going to win even a single seat in Pondicherry. Tamil Nadu maybe, as per my knowledge and listening to some of the analysts, they are saying that maybe he will get 10 to 12 seats, yeah, and then up to 18% of vote share will be going to Vijay is what the talk is. That's So we huge. have to wait and watch, what the exit polls going to be, and how the Vijay factor going to impact DMK, which is the ruling party. But when it comes to ADMK, I really doubt they are a major player in Tamil Nadu anymore because of the alliance which they are going with. And the recent things which they brought up when it comes to the delimitation and all, it is clearly impacting Tamil Nadu and most of our southern states, right? So when it comes to that, and just before the elections they did that, it will have a major impact, is what I understand, and or at least that is what DMK and their alliance parties showcased, right? And they even brought a stay for that particular topic, and then they were not able to implement that particular scheme there in India, thanks to southern states, and then especially for DMK, right? So now that will really impact when it comes to votes, because it is something DMK portrayed as their achievement, that they have saved southern states, and then they have saved Tamil Nadu, especially from the delimitation and then the representation in the parliament. So I think these things will have major impact. But Vijay, I think he will get his own vote share, but I don't think he'll be able to form a government. Okay. Anyway, we'll come to know on May 4th. Kerala and Tamil Nadu are going to the results on May 4th. വിജയുടെ ചുമലിലേറി സ്റ്റാലിൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമോ എന്ന് നമുക്ക് കാണാം. അതുപോലെ അജു അലക്സ്, താങ്കൾക്ക് എല്ലാവിധ ആശംസകളും 4-ാം തീയതി വോട്ടെണ്ണലിലേക്ക് കടന്നു പോകുമ്പോൾ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി ഉടൻ കാണാം. നന്ദി.